ഈശോ മിശിഹായിൽ എത്ര സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, 3-ാം നൂറ്റാണ്ടിൽ ഒരു കൊച്ചു ബാലൻ റോമിലെ പട്ടണത്തിൽ ജീവിച്ചിരുന്നു. ആ ബാലൻ പ്രധാനമായും ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. ആരും അറിയാതെ ആ ബാലനെ ഏൽപ്പിച്ചിരുന്ന ദിവ്യകാരുണ്യം വളരെ സുരക്ഷിതമായി തടവറയിലായിരുന്ന ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. ദിവ്യകാരുണ്യം വഹിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചതിൽ ആ ബാലൻ അതിയായി സന്തോഷിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം കുറച്ച് കള്ളന്മാർ ആ ബാലനെ പിടികൂടി. ആ ബാലൻ എന്തോ അവരിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്, എന്തോ സൂക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ ആ ബാലനെ മുറിപ്പെടുത്തുകയും ആ ബാലനെ വധിക്കുവാൻ വരെ ശ്രമിക്കുകയും ചെയ്തു. എങ്കിലും തന്റെ ജീവന്റെ അവസാനത്തുള്ള രക്തം ചിന്തുന്നത് വരെ ആ ബാലൻ ആ വിശുദ്ധ കുർബാന തന്റെ ചങ്കോട് ചേർത്ത് വെച്ചു, അവർക്ക് വിട്ടുകൊടുത്തില്ല. അങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മരിച്ച ആ ബാലനാണ് വിശുദ്ധ താർസിയൂസ്. പ്രിയ സഹോദരരെ, പരിശുദ്ധ കുർബാന എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ എത്രമാത്രം വിലപ്പെട്ടതാകണമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ബാലന്റെ, ഈ വിശുദ്ധന്റെ ജീവിതം വഴി. പരിശുദ്ധ കുർബാന തിരുസഭയുടെ അടിസ്ഥാനമാണ്, വിശ്വാസത്തിന്റെ ആത്മാവാണെന്ന് തോമസ് അക്വീനസ് പുണ്യവാണൻ പല ആവർത്തി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള യഥാർത്ഥ പഠനം ആരംഭിക്കുന്നത് സഭാ പണ്ഡിതന്മാരിൽ നിന്നോ വേദശാസ്ത്രജ്ഞന്മാരിൽ നിന്നോ ഒരിക്കലുമല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ്, തിരുവചനത്തിൽ നിന്നാണ്. നമ്മുടെ സുവിശേഷങ്ങൾ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ 4 സുവിശേഷങ്ങളിൽ 3 സുവിശേഷം മാത്രമാണ് ഈശോയുടെ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന്റെ വിവരണം വെളിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ വിവരണം പറഞ്ഞു വെക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം ആ വിവരണം ഉപേക്ഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാവാം യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തില് ഈ വിവരണം, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന്റെ വിവരണം പറയാതിരുന്നത്? അതറിയണമെങ്കിൽ കുറച്ച് ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ യോഹന്നാൻ ശ്ലീഹയാണ് ശ്ലീഹന്മാരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. അതിനെ തന്നെ ഏകദേശം AD 90-95 കാലഘട്ടത്തിലാണ് യോഹന്നാന്റെ സുവിശേഷം രചിക്കപ്പെടുന്നത്. ആ കാലഘട്ടമായപ്പോഴത്തേക്കും ക്രൈസ്തവരുടെ ഇടയിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു. പരിശുദ്ധ കുർബാനയുടെ ചരിത്രവും കൂദാശ സ്ഥാപനത്തെക്കുറിച്ചൊക്കെ അവർ വ്യക്തമായി അറിഞ്ഞിരുന്നു. അതിനാൽ തന്നെ യോഹന്നാൻ ശ്ലീഹ ചിന്തിച്ചിരിക്കണം, ഇനിയും അവർക്ക് ചരിത്രത്തിന്റെ ആവശ്യമില്ല, ദൈവശാസ്ത്രത്തിന്റെ ആവശ്യമാണ് ഉള്ളതെന്ന്. അതിനാൽ തന്നെ യോഹന്നാൻ ശ്ലീഹ ആ ചരിത്രത്തെ എടുത്ത് മാറ്റിവെച്ചിട്ട് പരിശുദ്ധ കുർബാനയുടെ ആ ദൈവശാസ്ത്രത്തെ പറ്റി, എന്താണ് പരിശുദ്ധ കുർബാന എന്ന് തന്റെ മക്കൾക്കായി, തന്റെ ശിഷ്യന്മാർക്കായി പറഞ്ഞു വെക്കുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നാം എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായി പരിശുദ്ധ കുർബാനയെക്കുറിച്ച്, ജീവന്റെ അപ്പത്തെക്കുറിച്ച് 6-ാം അധ്യായം 25 മുതൽ അവസാനം 58-ാം വാക്യം വരെയുള്ള ആ ഭാഗത്ത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവിടെ മാത്രമാണോ യോഹന്നാൻ ശ്ലീഹ ആ സുവിശേഷം, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ സുവിശേഷം പ്രഘോഷിക്കുന്നത്? അല്ല. നമ്മൾ ആ 6-ാം അധ്യായം മുഴുവനും ഒന്ന് പഠിച്ചു നോക്കാം. ഈശോയ്ക്ക് മനുഷ്യനെ കുറിച്ച് കൃത്യമായിട്ട് അറിയായിരുന്നു. മനുഷ്യൻ ബലഹീനനാണ്, അവന് യുക്തി പല സമയത്തും ഭരണം നടത്തും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഈശോ വളരെ വ്യക്തമായി ജീവന്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുൻപായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് സുവിശേഷത്തില്. നമ്മൾ 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ അപ്പം വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണാം. നമുക്കറിയാം അപ്പം വർദ്ധിപ്പിക്കുന്ന കഥയൊക്കെ. 5 അപ്പം ഉണ്ടായിരുന്നു അവരുടെ ഇടയ്ക്ക്. ആ 5 അപ്പത്തെ ഈശോ വാങ്ങിച്ച് ആശീർവദിച്ച് അതിനെ ഇരട്ടിപ്പിക്കുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നതിൽ ഏകദേശം പുരുഷന്മാരിൽ 5000 പേരോളം, അതിലും സ്ത്രീകളുടെ എണ്ണം കൂട്ടുന്നില്ല, കുട്ടികളുടെ എണ്ണം കൂട്ടുന്നില്ല, അത്രത്തോളം ആൾക്കാർക്ക് ഭക്ഷിക്കാവുന്ന രീതിയിൽ അപ്പം വർദ്ധിപ്പിക്കുന്നു. ഈശോയ്ക്ക് അതിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു കാര്യം എന്നെയും നിങ്ങളെയൊക്കെ പഠിപ്പിക്കാനുണ്ട്. എന്താണ് ആ കാര്യം? ഈശോയ്ക്ക് അപ്പത്തിൽ, അതായത് ഭൗതികമായ വസ്തുക്കളിൽ അവന്റെ ഇഷ്ടമനുസരിച്ച് മാറ്റം വരുത്താൻ സാധിക്കും. ഈശോ തമ്പുരാനാണ്, ദൈവമാണ്. അതിനാൽ തന്നെ സൃഷ്ട വസ്തുക്കളിൽ എന്തു മാറ്റവും ഏത് സമയത്തും വരുത്താൻ ഈശോയ്ക്ക് സാധിക്കുമെന്നാണ് ഈശോ ഈ ഭാഗത്ത് നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിനുശേഷമുള്ള 6-ാം അധ്യായത്തിന്റെ തന്നെ 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിൽ വെള്ളത്തിന് മീതെ നടക്കുന്ന കാര്യമാണ്. അത് നമുക്കറിയാം. ഈശോ തന്റെ ശിഷ്യന്മാരുടെ അടുത്ത് എത്തുവാൻ വേണ്ടി വെള്ളത്തിന് മീതെ നടക്കുകയാണ്. നമ്മൾ മാനസികമായി ചിന്തിച്ചാൽ നമുക്ക് സാധിക്കാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഭൗതികമായി
ഒരു ബുദ്ധിക്ക് അതീതമായ ഒരു കാര്യമാണ് വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കുക. എന്നാൽ ഈശോ വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ശാസ്ത്രീയമായ സത്യങ്ങളുടെ മീതെ സഞ്ചരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ഒക്കെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? മറ്റൊന്നുമല്ല, ഈശോയുടെ ശരീരത്തെ ഏത് രീതിയിലും പരിവർത്തനപ്പെടുത്താൻ, ഈശോയുടെ ശരീരത്തെ ഏത് രീതിയിലും രൂപാന്തരപ്പെടുത്താൻ ഈശോയ്ക്ക് സാധിക്കുമെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഒന്ന് കോർത്തിണക്കി വായിക്കാം. അതായത് അപ്പം വർദ്ധിപ്പിക്കുന്നു, വെള്ളത്തിന് മീതെ നടക്കുന്നു. ഇപ്പം ഈ രണ്ട് കാര്യം കൂടെ ഒരുമിച്ച് ചേരുന്ന സന്ദർഭമാണ് വിശുദ്ധ കുർബാന. അപ്പത്തിലുണ്ടായിരുന്ന അപ്പത്തിന്റെ സത്തയെ എടുത്തു മാറ്റി തന്റെ സത്തയെ ആ പരിശുദ്ധ കുർബാനയിലേക്ക് ആക്കുവാൻ വേണ്ടി അപ്പത്തിലേക്ക് ഈശോ പൂർണ്ണമായും വിട്ടുകൊടുക്കുന്നു. അങ്ങനെ അപ്പത്തിന്റെ സത്ത അവിടെ ഇല്ലാതാകുന്നു. ഈശോയുടെ സത്ത പരിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ ആ അപ്പത്തിൽ മാറുന്നു. അത് ഈശോ പഠിപ്പിക്കുന്നു. അതിനുശേഷം ജീവന്റെ അപ്പത്തെക്കുറിച്ച് വളരെ വിശുദ്ധമായി പരിശുദ്ധ കുർബാനയെ കുറിച്ച് പല കാര്യങ്ങൾ ഈശോ പറയുന്നുണ്ട്. ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. അങ്ങനെ അനേകം കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഉള്ള ഒരു സന്ദർഭമുണ്ട്. സ്ലീഹന്മാർ ചോദിക്കുന്ന ഒരു സംശയമുണ്ട്, അല്ലെങ്കിൽ സ്ലീഹന്മാർ പറയുന്ന ഒരു കമന്റ് ഉണ്ട്. അതറിയണമെങ്കിൽ ഈ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ, 60 മുതലുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു നോക്കണം. ആ വാക്യങ്ങളിൽ ആ ശിഷ്യന്മാര്, ഈശോയുടെ ശിഷ്യന്മാര് ചോദിക്കുന്നു, തമ്പുരാനെ, ഗുരു, ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഇത് ഞങ്ങളുടെ യുക്തിക്ക് ചേരാത്ത കാര്യങ്ങളാണെന്ന് അങ്ങ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കും? എങ്ങനെയാണ് ഒരു അപ്പത്തിന് ജീവൻ നൽകാൻ സാധിക്കുക, അത് നിത്യജീവൻ നൽകാൻ സാധിക്കുക? എന്നാൽ ഈശോ പറയുകയാണ്, എന്നാ ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ, എന്നാൽ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പഠനം ഞാൻ നിർത്തിവെച്ചേക്കാം. വിശുദ്ധ കുർബാന ഇനി നമ്മൾ പഠിക്കണ്ട, അല്ലെങ്കിൽ അതെടുത്ത് മാറ്റിയേക്കാം എന്നല്ല ഈശോ പറയുന്നത്. അതിനുള്ള ഉത്തരം കൃത്യമായി 6-ാം അധ്യായം 66-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പരിശുദ്ധ കുർബാനയുടെ ശാസ്ത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധ കുർബാന വിശ്വസിക്കാൻ സാധിക്കുന്നില്ലേ, പൊക്കോളുക, നിങ്ങൾ വിട്ടു പൊക്കോളാനാ പറയുന്നത്. അതിന് കൃത്യം 66-ാം അധ്യായം വായിക്കുന്നു. ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീടൊരിക്കലും അവന്റെ കൂടെ നടന്നില്ല. അതെ, അവർ പിന്നീടൊരിക്കലും അവന്റെ കൂടെ നടന്നില്ല. പ്രിയ സഹോദരരെ, ഈശോ പഠിപ്പിക്കുകയാണ്, നോ കോംപ്രമൈസ് വിത്ത് ദ ഹോളി യൂക്രിസ്റ്റ്. അതെ, വിശുദ്ധ കുർബാനയുടെ പഠനത്തെ സംബന്ധിച്ച് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇറങ്ങിപ്പൊക്കോളുക, അവിടെ ഒരു കോംപ്രമൈസ് ഇല്ല. ഈശോ താൻ പ്രത്യേകം തിരഞ്ഞെടുത്ത, താൻ ഏറെ സ്നേഹിച്ച, അഭിഷേകം ചെയ്യാനായിട്ട് ഇരിക്കുന്ന ആ ശിഷ്യന്മാരെ വിളിച്ച്, ശിഷ്യന്മാരെ അല്ല അപ്പസ്തോലന്മാരെ വിളിച്ച്, സ്ലീഹന്മാരെ വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾക്കും മനസ്സിലാകാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും പോകാം, ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല. എൻ്റെ ശിഷ്യനായി, എൻ്റെ മകനായി എന്നോടൊപ്പം ആയിരിക്കണമെങ്കിൽ യു ഷുഡ് ബിലീവ് ഇറ്റ്. നീ അത് വിശ്വസിച്ചിരിക്കണം. പരിശുദ്ധ കുർബാനയിൽ നീ വിശ്വസിച്ചിരിക്കണം. അപ്പൊ പത്രോസ്ലിഹ എന്തോ ദൈവത്തിന്റെ കൃപയാല് ദൈവപിതാവ് തോന്നിപ്പിക്കുന്ന പ്രകാരം പറയുന്നു, നിത്യജീവന്റെ വചസ്സുകൾ എവിടെ നിന്ന് ലഭിക്കും? അതിനാൽ തന്നെ ആ പത്രോസ്ലിഹയുടെ വചനം മൂലം ആ 12 സ്ലീഹന്മാര് അവിടെ നിൽക്കുന്നു. അവര് വിശുദ്ധ കുർബാന ശരിക്കും എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടാണോ അറിയത്തില്ലാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, എങ്കിലും ജീവിക്കുന്നു, അവിടെ നിൽക്കുന്നു. പിന്നെ സഭയുടെ അടിത്തറയായി യൂദാസ്കറിയാത്തെ ഒഴിച്ച് ബാക്കി 11 പേരും വിശുദ്ധ കുർബാനയെ ജീവിച്ച് സഭയുടെ അടിത്തറയായി മാറുന്നു. പ്രിയ സഹോദരരെ, വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഇഷ്ടംപോലെ അനുഭവങ്ങൾ പല വിശുദ്ധര്, മാർപ്പാപ്പമാര് പല അത്ഭുതങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. ലാൻസിയായാലും നടന്ന ആ മഹാ അത്ഭുതവും നമ്മുടെ വിളക്കന്നൂരിൽ നടന്ന അത്ഭുതവും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ യുക്തിക്ക് അപ്പുറമാണ് പരിശുദ്ധ കുർബാന എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി തമ്പുരാൻ നൽകുന്ന ഒരു അവസരമാണ്. എന്നാൽ വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിന് ഞാൻ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? വിശുദ്ധ കുർബാന ഞാൻ സ്വീകരിക്കുന്നത് ഒരു ചടങ്ങിന് വേണ്ടി മാത്രമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ കുർബാന കർത്താവിന്റെ ശരീരമാണ്, ഒരു സംശയമില്ല. എന്നാൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് രോഗികളായ, വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് മരിച്ചുപോയ ചിലരുടെ കാര്യം വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. അത് മറ്റാരുമല്ല, വിശുദ്ധ പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 27 മുതൽ 34 വരെയുള്ള വചനത്തിലാണ് പറയുന്നത്. അപ്പം സ്വീകരിച്ചിട്ട് അവരിൽ കുറച്ചുപേർ രോഗികളായി. അപ്പത്തിന്റെ സ്വീകരണം തന്നെ നിന്റെ വിധിക്ക് കാരണമാകും. എന്തുകൊണ്ടാവാം പൗലോസ് ഇങ്ങനെ പറയുന്നത്? വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ എങ്ങനെയാണ് രോഗിയായി തീരുക? വളരെ വ്യക്തമായി പൗലോസ് പറയുന്നുണ്ട്, ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അത് പ്രിയ സഹോദരരെ, നാം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വെറും ഒരു ചടങ്ങിന് വേണ്ടി ആകരുത്.
അത് കർത്താവിന്റെ ശരീരമാണെന്നും അത് കർത്താവിന്റെ രക്തമാണെന്നും പൂർണ്ണമായ ബോധ്യം വന്നിട്ട് എൻ്റെ ആത്മാവ് എത്രമാത്രം യോഗ്യമാണ് എൻ്റെ ഈശോയെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ തെറ്റുകളുണ്ടോ, മാരക പാപങ്ങളുണ്ടോ എന്ന് നോക്കി അവ കുംസാരിച്ചതിന് ശേഷം, തമ്പുരാനെ എനിക്ക് തെറ്റിപ്പോയി, അങ്ങയെ സ്വീകരിക്കാൻ ഒരിക്കലും എൻ്റെ ഹൃദയം യോഗ്യമല്ല, എങ്കിലും അവിടുത്തെ കൃപയാല് അങ്ങ് എഴുന്നള്ളി വരുമ്പോൾ അങ്ങ് തന്നെ എന്നെ യോഗ്യനാക്കണമേ എന്നൊന്ന് നമുക്ക് പ്രാർത്ഥിച്ചു നോക്കാം. അങ്ങനെ പ്രാർത്ഥിക്കണം നാം ഓരോരുത്തരും. നമ്മൾ ലത്തീൻ കുർബാനയാണെങ്കിലും സീറോ മലബാർ കുർബാനയാണെങ്കിലും കൂടുമ്പം അനുരഞ്ജന ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ്. ലത്തീൻ കുർബാനയുടെ ആദ്യ ഭാഗത്താണ്, സീറോ മലബാർ കുർബാനയുടെ കുർബാന സ്വീകരണത്തിന് തൊട്ടു മുമ്പാണ് ഈ അനുരഞ്ജന കൂതാശ അല്ലെങ്കിൽ അനുരഞ്ജന ഭാഗം. അവിടെ ചുമ്മാ വെച്ചേക്കുന്നതല്ല, എന്റെയും നിങ്ങളുടെയും നമുക്ക് ഹൃദയം പരിശോധിക്കാൻ വേണ്ടിയാണ്. നാളെ മുതൽ ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും പള്ളിയിലേക്ക് ഒന്ന് വരുവാനും, അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ ഒന്ന് ഇരുന്ന് ഒന്ന് ഒരുങ്ങാനായിട്ട്, എന്തേലും കറയോ അല്ലെങ്കിൽ എന്തേലും തെറ്റുകളോ കുറ്റങ്ങളോ എൻ്റെ ആത്മാവിലുണ്ടെങ്കിൽ തമ്പുരാനെ ക്ഷമിക്കണമേ, ഞാൻ യോഗ്യനെങ്കിലെങ്കിലും അങ്ങയുടെ യോഗ്യതയാൽ എന്നെ യോഗ്യനാക്കണമേ എന്നൊരു ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ പരിശുദ്ധ കുർബാനയുടെ അൾത്താരയിലേക്ക്, വിശുദ്ധ മദ്ബഹയുടെ മുൻപിലേക്ക് നമുക്ക് വരാം. അങ്ങനെ ഏറ്റവും വിശുദ്ധിയോടെ, ഒരിക്കലും പരിശുദ്ധ കുർബാന എൻ്റെ രോഗാവസ്ഥയ്ക്കോ എൻ്റെ മരണത്തിനോ എൻ്റെ നാശത്തിനോ കാരണമാകാതെ നിത്യജീവന്റെ അപ്പം എൻ്റെ നിത്യജീവിതത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ഏറ്റവും വിശുദ്ധിയോടെ കുർബാന സമീപിക്കാം. സർവശക്തനായ തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.